നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവി പുറത്ത് എവിടേക്കാണല്ലോ? എവിടേക്കാ? അമ്മയുടെ മരുന്നുകളും മറ്റും തീർന്നു. അത് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാ. എങ്ങനെ പോവും? റോഡിലേക്ക് ഇറങ്ങി നിന്നാ മതിയല്ലോ, ഓട്ടോറിക്ഷ കിട്ടും. ഇവിടെ ഇപ്പൊ ഡ്രൈവർ ഇല്ലേ? ഇവിടെ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അമ്മ സത്യശീലനോട് വരണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ദേവി ഓട്ടോയ്ക്ക് പോണ്ട. പ്രിസ്ക്രിപ്ഷൻ ഇതാ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓ, അതൊന്നും വേണ്ട. അതെന്താ? ഞാൻ മരുന്ന് വാങ്ങിയിട്ട് തന്ന പോരെ? അത് ശരിയാവില്ല ചേട്ടാ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. ആ, എങ്കിൽ ദേവി ഒരു കാര്യം ചെയ്യും, എന്നോടൊപ്പം സ്കൂട്ടറിൽ പോന്നോളൂ. സ്കൂട്ടറിന്റെ പുറകെ ഇരുന്നാ മതി. ഏയ്, അതൊന്നും വേണ്ട. ദേവി, ദേവി, എനിക്കറിയാം എൻ്റെ ദേവിയുടെ മനസ്സ്. അത് ഞാൻ നന്നായിട്ട് വായിക്കുന്നുമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സിലൂടെ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ മിന്നിമറിയുന്ന ഓർമ്മകൾ. ഇന്ന് ചേട്ടൻ പറ, ഈ സാരി ഉടുത്തപ്പോ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? പറയേ ചേട്ടാ, ഈ സാരി ഞാൻ ഉടുക്കുമ്പോഴല്ലേ ഭംഗി? ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊന്നും അത്ര പെട്ടെന്ന് ഒരു പെൺകുട്ടിക്ക് മറക്കാൻ പറ്റുന്ന ഓർമ്മകളല്ല. അത് മനസ്സ് നീറ്റുന്ന കാര്യങ്ങളാ. എനിക്ക് പറ്റിയ തെറ്റുകളാണ്, കൊച്ചു കൊച്ചു ദൗർബല്യങ്ങൾ. ഞാൻ എന്നെ നിയന്ത്രിക്കണമായിരുന്നു. അതിൽ പങ്കാളികളായവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകശൂന്യത കൊണ്ട് ജീവിതത്തിൽ വന്ന താളപ്പഴകൾ മഹാദുരന്തങ്ങളായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കൈക്കുമ്പിളിൽ കനക വരിക്കുമ്പോൾ കാക്കപ്പൊന്ന് തേടിപ്പോയവനാ ഞാൻ. ഇന്ന് ഞാനത് ഓർത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം പറ്റിപ്പോയി. ആ, ഞാൻ പോയിക്കോട്ടെ. ഏയ്, നിക്ക് ദേവി. ഞാനിവിടെ ഒറ്റപ്പെട്ടവനാ. എന്നോട് സംസാരിക്കാൻ ആരുമില്ല. എന്റെ മോളോടെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ അതിന് കാർത്തിയുടെ പെർമിഷൻ വേണം. അവനാണെങ്കിൽ എല്ലാവരെയും തകർക്കാൻ എന്ന ഭാവത്തിൽ നിൽക്കുന്ന ഒരു അസുരനായി മാറിയിരിക്കുക. ഞാൻ ആരോടൊന്ന് സംസാരിക്കും ദേവി? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്ക് ദേവിയോടല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ സാഹചര്യമില്ല. ഞാൻ എന്ത് ചെയ്യും? ദേവി, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇനി എന്നെ ശപിക്കരുത്. ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ട് തീരങ്ങളിലായി പോയി നമുക്കിനി ഒരേ ഒരു കാര്യം മാത്രമേ ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റൂ. അത് മീനാക്ഷിയുടെ കാര്യമാണ്. അല്ലാതെ ഒരു കാര്യവും നമ്മൾ സംസാരിക്കരുത്. ഇതെന്റെ അപേക്ഷ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.